ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന രേവതിരി സച്ചിയുടെയും നാളത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന രേവതിരി സച്ചിയുടെയും നാളത്തെ കഥയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നാളത്തെ ഒറിജിനൽ എപ്പിസോഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നാളത്തെ കഥ കാണാൻ പറ്റാത്തവർക്ക് ഈ കഥ കണ്ടാലും മതി. അപ്പോൾ എന്തായാലും ഫുൾ കാര്യങ്ങളും പറയുന്നൊരു കഥ തന്നെയാണ്, എപ്പിസോഡ് തന്നെയാണ്. നാളെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു എപ്പിസോഡ്. അപ്പോൾ നമുക്ക് എന്തായാലും ആ വിശദമായ കഥയിലേക്ക് അങ്ങോട്ട് പോയാലോ. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ കഥ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് എന്തായാലും കഥയിലേക്ക് പോകാം കേട്ടോ. അങ്ങനെ സുധിയും ശരത്തും തമ്മിൽ വലിയൊരു വാക്ക് തർക്കമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവൻ്റെ പോക്കറ്റൊക്കെ പരിശോധിക്കുകയാണ്. ചന്ദ്രമതി ആണെങ്കിൽ പരിശോധിക്കടാ, ആ പോക്കറ്റ് പരിശോധിക്കടാ, ഈ പോക്കറ്റ് പരിശോധിക്കടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും തൊലിയുരിഞ്ഞിങ്ങനെ ആകെ നാണം കെട്ടിങ്ങനെ നിൽക്കുകയാണ് രേവതിയും ശരത്തും. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മുടെ ഈ ഒരു ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കണ സമയത്ത് ശരത്ത് സുധിയുടെ ഷർട്ടിൽ കയറി ഇങ്ങനെ കോളറിന് കുത്തി പിടിക്കുന്നത് പോലെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇതൊക്കെ കണ്ട് ശ്രുതിയും ചന്ദ്രമതിയൊക്കെ അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ്. ശരത്ത് സുധിയുടെ കോങ്ങയ്ക്ക് കയറി പിടിച്ചിരിക്കുന്നു എന്ന രീതിയിലാണ് പിന്നെ അവരങ്ങോട്ടേക്ക് പെരുമാറുന്നത്. ആദ്യം നമ്മുടെ ശ്രുതിയാണ് പെട്ടെന്ന് തന്നെ ഈ കൈ ഇങ്ങനെ സുധിയുടെ കോളറിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണല്ലോ ശരത്ത്. ആ കൈ അങ്ങനെ പിടിച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ തന്നെ എൻ്റെ ഭർത്താവിൻ്റെ മേത്ത് കൈവയ്ക്കുന്നോടാ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി ഒരൊറ്റ തല്ലായിരുന്നു നമ്മുടെ ശരത്തിൻ്റെ മുഖം അടച്ചിട്ട് ശരത്ത് വേച്ചു പോയിട്ടോ. അപ്പോഴേക്കും ശ്രുതി എന്ന് വിളിച്ചുകൊണ്ട് ദേഷ്യത്തോട് കൂടിയിട്ട് രേവതി വന്നു. അപ്പം നീ എന്താ കണ്ടില്ലേ, എൻ്റെ ഭർത്താവിൻ്റെ മേത്ത് അവൻ കൈവച്ചത് നീ കണ്ടില്ലേ, ഒന്നുമല്ലല്ലോ അവനേക്കാളും മൂത്തതല്ലേ, വെറുതെ ഒന്നുമല്ലല്ലോ അവൻ കക്കാൻ വന്നിട്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും എൻ്റെ മകനെ തല്ലാൻ അവൻ എവിടെ നിന്ന് അധികാരം വന്നു, എൻ്റെ മകനെ തല്ലാൻ അവന് ധൈര്യമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്രമതിയും. അപ്പോഴേക്കും നമ്മുടെ രേവതി ചോദിച്ചു, കണ്ടോ, നിങ്ങൾ കണ്ടോ, തല്ലുന്നത് കണ്ടോ, ശരത്ത് ഇയാളെ തല്ലിയോ, ഇല്ലല്ലോ, അപ്പോൾ തല്ലാൻ ഓങ്ങിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ അറിഞ്ഞോ തല്ലുമെന്ന് എന്നൊക്കെ രേവതി ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശരത്ത് പറഞ്ഞു, ഞാൻ മനഃപൂർവ്വം പിടിച്ചതല്ല, പുറകോട്ട് പോകാൻ നേരത്തെ ഞാൻ അറിയാതെ പിടിച്ചു പോയതാണ്, ഞാൻ തല്ലിയൊന്നും ഇല്ലല്ലോ എന്ന് ശരത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അവൻ തല്ലിയില്ല പോലും, തല്ലാൻ നീ ഇങ്ങോട്ട് വാടാ, നിനക്കിട്ട് ഞാൻ തരാടാ. ചന്ദ്രമതി പറഞ്ഞു, സുധി മോനെ ഇവനെ പറഞ്ഞു വിടറാ, ഇവനൊന്നും വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ലേ, ഇറങ്ങടാ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങ്, പിടിച്ച് പുറത്ത് കൊണ്ടുപോയി കളയടാ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഒച്ച വയ്ക്കുകയൊക്കെ ചെയ്യാണ്. സുധി അതുപോലെ തന്നെ പിടിച്ചു പുറത്തിറക്കിക്കൊണ്ടിപ്പോൾ ശരത്തെ പ്ലീസ് നിങ്ങളൊന്നും ചെയ്യല്ലേ ശരത്തിനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ആകെ സങ്കടപ്പെട്ട് കാറിക്കൊണ്ട് അനിയനെ പിടിച്ചു മാറ്റാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സുധിയുടെ ആ ഒരു കൈക്കുള്ളിൽ നിന്നും ശരത്തിനെ വിടാനായില്ല, ശരത്തിനെ രക്ഷപ്പെടുത്താൻ രേവതിക്കായില്ല. അങ്ങനെ നമ്മുടെ സുധി ഇവനെ പിടിച്ചങ്ങോട്ട് തള്ളി പുറത്തേക്ക് അങ്ങോട്ട് കൊണ്ടിടുകയാണ് കേട്ടോ. എറിയുകയാണെന്ന് പറയാം, ശരത്തിനെ തള്ളി എറിയുകയാണ്. പക്ഷേ ശരത്ത് വന്ന് വീണത് നമ്മുടെ സച്ചിയുടെ കൈകളിലേക്കാണ്. സച്ചി വന്ന സമയത്താണ് ഈ ഒരു സംഗതി നടക്കുന്നത്. ശരത്ത് വന്നിങ്ങനെ സച്ചിയുടെ കൈകളിലേക്ക് വീണു. സച്ചി പിടിച്ചു ശരത്തിനെ, അതുകൊണ്ട് അവൻ താഴേക്ക് വീണില്ല. ഇതൊക്കെ കണ്ടിട്ട് മൂങ്ങാമോറിനെ പോലെ ഒരാൾ നിൽപ്പുണ്ട് രവീന്ദ്രൻ. അല്ല ഇയാൾക്ക് എന്താ അവിടെ വോയിസ് ഇല്ലേ, അയാൾക്കൊന്ന് സംസാരിച്ചുകൂടെ, വിട് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും സച്ചി വന്നിട്ട് എന്താ പറ്റി എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രേവതി പൊട്ടിക്കരയാണ് കേട്ടോ. സച്ചിയെ കണ്ടപ്പോഴേക്കും നമ്മുടെ സുധിക്ക് പതുക്കെ പേടിയായി തുടങ്ങിയിട്ടുണ്ട്. സുധി അങ്ങോട്ട് പതുക്കെ പുറകോട്ട് പോയി. ചന്ദ്രമതി ഒന്നും മിണ്ടാതെ സച്ചി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്തായാലും ശരത്തിനെ കൈ പിടിച്ചുകൊണ്ട് അപ്പോൾ നമ്മുടെ ഇവൻ്റെ കൂടെ സുധിയുടെ കൂടെ ശ്രീകാന്തും ഉണ്ട് കേട്ടോ, സച്ചിയുടെ കൂടെ ശ്രീകാന്തും ഉണ്ട്. കൈ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്നു. എന്നിട്ട് സച്ചി തന്നെ ആ ഒരു ചെതറിക്കിടക്കുന്ന ബുക്കും ബാഗും ഒക്കെ എടുത്ത് കൊടുത്തു. എന്നിട്ട് എന്താ ഇവിടെ സംഭവിച്ചത് എന്നിങ്ങനെ ചോദിച്ച് ചന്ദ്രമതിയുടെ അരികിലേക്ക് ചെന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. അവനെന്തിനാ നീ അകത്തേക്ക് വീണ്ടും കൊണ്ടുവന്ന്, അവൻ കള്ളനല്ലേ, കള്ളൻ, നിൻ്റെ ബൈക്ക് അവനല്ലേ കട്ടത്, അതിനിപ്പോൾ എന്താ കുഴപ്പം, അതിനെന്താ കുഴപ്പം, അതെനിക്കറിയാലോ. നിനക്ക് അറിയാമായിരുന്നോ ഈ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ, നിനക്ക് നാണമില്ലടാ, നാണം. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇപ്പം എന്താ പ്രശ്നം ഉണ്ടായത്, കല്യാണം നടന്നതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇപ്പം എന്താ പ്രശ്നം ഉണ്ടായത്. അപ്പോഴേക്കും നമ്മുടെ സുധി പറയുക കേട്ടോ, ഇവൻ കുടിയൻ, ഇവൻ്റെ അളിയൻ കള്ളൻ, ഇവൻ്റെ പെണ്ണിൻ്റെ കുടുംബമേ, ഇവൻ്റെ ഭാര്യ കുടുംബം തന്നെ കള്ള കുടുംബമാണ്, വെറുതെ എന്തിനാണ് അമ്മ ചോദിക്കാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോഴേക്കും സച്ചി ചോദിച്ചോ, അയ്യോ വലിയ സത്യസന്ധൻ ഹരിചന്ദ്രൻ വന്നിരിക്കുന്നു, അവൻ വലിയ ഹരിചന്ദ്രൻ വന്നിരിക്കുന്നു, അയ്യോ സത്യസന്ധൻ മാന്യൻ പകൽ മാന്യൻ, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്, കള്ളനെക്കുറിച്ചും കള്ളത്തരത്തെക്കുറിച്ചും നീ കൂടുതലൊന്നും സംസാരിക്കണ്ട എന്ന് നമ്മുടെ സച്ചി സുധിയോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രമതി ചോദിച്ചു, ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നിനക്ക് വല്ല മനസ്സിലായോ? അല്ല എന്താ സംഭവിച്ചത്, പോലീസുകാർ വന്ന് ഇവിടെ സംസാരിച്ചിട്ട് പോയതല്ലേ, അതിൽ കൂടുതൽ ഇവിടെ എന്താ സംഭവിച്ചത്?
പോലീസുകാർ വന്ന് ബൈക്ക് മോഷ്ടിച്ച കഥ ഇവിടെ പറഞ്ഞ കാര്യമൊക്കെ അച്ഛൻ പറഞ്ഞായിരുന്നു. അപ്പോഴേക്കും ചന്ദ്രമതി അയാളെ ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പം ശ്രീകാന്ത് പറഞ്ഞു, അല്ല ഇപ്പം അതൊക്കെ കഴിഞ്ഞതല്ലേ, പിന്നെ ഇപ്പം എന്താ സംഭവിച്ചത് എന്ന് ശ്രീകാന്ത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രേവതി നടന്ന സംഭവം വള്ളി പൊള്ളി വിടാതെ പറയുകയാണ്. ശരത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അനിയൻ്റെ ബാഗ് കള്ളനാണ് എന്നും പറഞ്ഞ് പോകുന്നതിന് മുമ്പ് ബാഗ് പരിശോധിച്ചതും എല്ലാം കുടഞ്ഞിട്ട് ബാഗ് പരിശോധിച്ചു. അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് ചോദിച്ചു, എന്താ ഏട്ടാ ഇത്, അതൊരു ചെറിയ പയ്യനല്ലേ, അവനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാവോ? അപ്പോഴേക്കും സച്ചി പറഞ്ഞു, അയ്യോ വല്ല പഠിപ്പും വിവരവും വിദ്യാഭ്യാസം ഉള്ളവനാണ്, അവൻ ചെയ്യേണ്ട പരിപാടിയാണോ വിവരം വിദ്യാഭ്യാസം ഉള്ള അവൻ വിവരവും വിദ്യാഭ്യാസം ഉള്ളവർ ചെയ്യുന്ന പരിപാടിയാണോ ഇവൻ ചെയ്തിരിക്കുന്നത്, കൊള്ളാലോ. എന്നിട്ട് ശരത്തിനോട് ചോദിച്ചു, അല്ല നീ ഇതൊക്കെ ഇങ്ങനെ കണ്ടോണ്ടും ഒക്കെ നിന്നോ? ഇവൻ ഇങ്ങനെ ചുമ്മാ കുറേ തീറ്റ പണ്ടാരം തിന്ന് ഈ തടി മാത്രമേ ഉള്ളൂ അവന്, അല്ലാണ്ട് അവന് ആരോഗ്യം ഒന്നുമില്ല. ഒറ്റ ഒരെണ്ണം കൊടുക്കാൻ പാടില്ലായിരുന്നു അവനിട്ട്, അവിടെ വീണനവൻ. അല്ലാണ്ട് അവൻ പറയുന്നതും കേട്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കേണ്ട കാര്യം എന്തായിരുന്നു ശരത്തെ? ഒരെണ്ണം കൊടുക്കണ്ടായിരുന്നോ? കാരണം പുകച്ച ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിൽക്കും ഈ സുതി എന്ന് സച്ചി ഇങ്ങനെ പറയുക. ഇത് കേട്ട് ചന്ദ്രമതി ചോദിച്ചു, അയ്യോ നിൻ്റെ സ്വന്തം ചേട്ടനെ നിൻ്റെ കൂടപ്പറപ്പിനെ ഈ കള്ളനെ ഉപയോഗിച്ച് അടിക്കാനായിട്ട് പറയുവാണോ? നീ ആൾ കൊള്ളാലോ. അവൻ കുറച്ച് മുമ്പ് തന്നെ അവൻ്റെ ഷർട്ടിൽ കയറി പിടിച്ചിട്ട് അടിക്കാനായിട്ട് വന്നതാ. ഇപ്പം നീ അനുവാദം കൂടി കൊടുക്കുവാണോ? എന്തായാലും ശ്രുതി കാരണമാണ് പിന്നെ ഇവരൊന്നും ചെയ്യാതിരുന്നത്. ശ്രുതി കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ശ്രുതി കാരണം പുകച്ചൊർണം കൊടുത്തുകൊണ്ട് അവൻ ആട്ടങ്ങി ഒതുങ്ങി നിൽക്കുന്നുണ്ട് എന്ന് ചന്ദ്രമതി പറയുന്നത് കേട്ടപ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വന്നു. സച്ചി ചോദിച്ചു, നീ എന്തിനാ ഇവനെ തല്ലിയത്? എൻ്റെ ഭർത്താവിൻ്റെ ഷർട്ടിന് കയറി പിടിച്ച് എൻ്റെ ഭർത്താവിനെ തല്ലാൻ വന്നതുകൊണ്ട് തന്നെയാണ് അടിച്ചത്. അപ്പോഴേക്കും അറിയാണ്ട് പറ്റിപ്പോയതാണ് എന്ന് ശരത്ത് ഇങ്ങനെ പറയാട്ടോ. അറിയാണ്ട് പറ്റിപ്പോയതാണ്, പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ അറിയാണ്ട് പറ്റിപ്പോയതാണ്, വീഴുന്നു തോന്നി അങ്ങനെ പിടിച്ചതും കൂടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും അയ്യോ അവൻ വലിയ ന്യായം പറയുന്നു. അവൻ വീട്ടിൽ കയറി കക്കാൻ വന്നിട്ട് അവൻ എൻ്റെ മോൻ്റെ ഷർട്ടിനും കുത്തിപ്പിടിച്ചിട്ട് അവനിപ്പോൾ ന്യായീകരിക്കുന്നു നിന്നിട്ട്. ശ്രുതി നീ പോലീസിനെ വിളിക്കടി എന്ന് ചന്ദ്രമതി പറഞ്ഞപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു, എന്തിനാ ചന്ദ്ര വെറുതെ പോലീസിനെയൊക്കെ വിളിക്കുന്നത്? നിങ്ങൾ ഉണ്ടായിരുന്നു അവിടെ, അങ്ങോട്ട് ഉണ്ടായിരുന്നു അങ്ങോട്ട്, നീ പോലീസിനെ വിളിക്കുക. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, വരട്ടെ പോലീസ് വരട്ടെ, വരുമ്പോഴേ നിൻ്റെ ഭർത്താവിനെ ആദ്യം പിടിച്ചോണ്ട് പോട്ടെ. ഫോൺ വിളിക്കുക. എന്തായാലും പോലീസ് സ്റ്റേഷൻ നമ്പർ അറിയാവോ? എന്തായാലും ഞാൻ വിളിച്ചു തരാൻ വേണേ, എനിക്കറിയാം പോലീസ് സ്റ്റേഷൻ നമ്പർ എന്നൊക്കെ സച്ചി ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ശ്രുതിയും കൂടെ അന്തം വിട്ടിങ്ങനെ നോക്കുക. അവർ മാത്രമല്ല ചന്ദ്രമതിയും കൂടി. ഇവൻ ബൈക്ക് മോഷ്ടിച്ച കഥയും ഇവൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതും എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ആ കേസൊക്കെ എപ്പോഴേ കഴിഞ്ഞതാണ്. ഞാൻ തന്നെ ആ കേസ് പിൻവലിച്ചതാണ്. പിന്നെ പോലീസിനെ വിളിക്കുക. മറ്റൊരു കേസുണ്ടല്ലോ, 50 ലക്ഷം കട്ടുകൊണ്ട് പോയൊരു കേസ് ഇങ്ങനെ കിടക്കുക അല്ലേ, വിളിക്ക് പോലീസിനെ വിളിക്ക്. പെട്ടെന്ന് നമ്മുടെ ശ്രുതിയും കൂടെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. എനിക്കും ശ്രീക്കും കിട്ടാനുള്ള പൈസയാണ്, അവകാശപ്പെട്ട പൈസയാണ് ഇവൻ തന്നെ അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. വിളിക്ക്, ആ 50 ലക്ഷം രൂപ വിളിക്ക്, കിട്ടട്ടെ അത് എന്നൊക്കെ പറയുക കേട്ടോ. പിന്നെ ഒന്നും മിണ്ടിയില്ല, ശ്രുതിയും മിണ്ടിയില്ല, ചന്ദ്രമതിയും മിണ്ടിയില്ല. ഈ വീട്ടിലെ ഏറ്റവും വലിയ കള്ളനാണ് ഇവൻ. എന്നിട്ടാണ് ബാക്കിയുള്ളവരെ കള്ളനെ വിളിച്ചുകൊണ്ട് നടക്കുന്നത് രണ്ടും കൂടെ. അപ്പോഴേക്ക് ശ്രുതി ചോദിച്ചു, മിണ്ടാതിരിക്കുക, എന്താണ് കട്ടത്? എന്തായാലും അദ്ദേഹം പണത്തെയൊന്നും കട്ടിട്ടൊന്നുമില്ല, അദ്ദേഹം പറ്റിക്കപ്പെടുക ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ പറ്റിക്കപ്പെട്ടു, അതെ പൊട്ടനെ ചട്ടി ചതിച്ചാൽ ചട്ടിയെ ദൈവം ചതിക്കുന്നു, അങ്ങനെ ഒരു പഴഞ്ചൊല്ലില്ലേ, ആ പഴഞ്ചൊല്ലാണ് കേട്ടോ. എന്തായാലും ഇവിടെ നിന്ന് അവൻ പറ്റിച്ചുകൊണ്ട് പോയി. എന്നിട്ട് അവസാനം അവനെ ആ പെണ്ണ് വന്ന് പറ്റിച്ചു. ആ പെണ്ണ് മിടുക്കി, അല്ലാണ്ട് ഇപ്പം എന്നെ ചെയ്യാൻ പറ്റും? എന്തായാലും പോലീസ് അന്വേഷണത്തിന് വന്നത് ആ പെണ്ണ് പൈസ തട്ടിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ടല്ലേ. എന്തായാലും ഇവിടുന്ന് പൈസ തട്ടിയെടുത്തത് ആരാ? ശ്രുതി. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കള്ളൻ ആരാ? കള്ളൻ കപ്പലിൽ തന്നെ ശ്രുതി എന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ നിൽക്കുകയാണ്. ചന്ദ്രമതിയും ശ്രുതിയും കൂടെ പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ശരത്തിനോട് പറഞ്ഞു, ശരത്തെ നീ എന്തിനാ ഇവിടെ ഈ പ്രശ്നം നടക്കുന്നതെന്ന് അറിയാതെ ഇങ്ങോട്ടേക്ക് വന്നത്? അപ്പോഴേക്കും പ്രശ്നം നടക്കുന്നതൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു, ചേച്ചി വിളിച്ച് അമ്മയോട് പറഞ്ഞായിരുന്നു. അപ്പം ബൈക്ക് അറിയാണ്ട് പറ്റിപ്പോയതാണ്, അതിനിവിടെ വന്നിട്ട് ക്ഷമ പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാ എന്നൊക്കെ ശരത്ത് പറയണ കേട്ടപ്പോഴേക്കും ബാക്കിയുള്ളവർ അയ്യന്തം വിട്ട് അയ്യടാന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക. എന്തായാലും രേവതി ഇത് കേട്ട് ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ കരയാണ് കേട്ടോ. സച്ചിൻ പറഞ്ഞു, കണ്ടോ മാപ്പ് പറയാൻ വന്നവന് പിടിച്ച് തല്ലിയിരിക്കുന്നു, ഇതിനൊക്കെ ഞാൻ എന്താ അച്ഛാ പറയേണ്ടത്? ഇവിടെ നടക്കുന്നൊന്നും അച്ഛൻ കാണുന്നില്ലേ? അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാണ്? വിവരവും വെളിവും വെള്ളിയാഴ്ചയില്ലാത്തതിനോടൊക്കെ ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു പരിധിയില്ലേ? ചെയ്ത തെറ്റിന് മാപ്പ് പറയാൻ വന്ന ഇവൻ ഈ വിധം അടിച്ചെങ്കിൽ ചെയ്ത തെറ്റിനൊരു മാപ്പ് പോലും പറയാത്ത നിന്നെ എങ്ങനെ തല്ലണോടാ? നീ കിട്ടിയതൊക്കെ മറന്നു, എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതും വാങ്ങിച്ചു കൊടുത്തൊക്കെ മറന്നു പോയോ?
എന്നിട്ട് ശ്രീയോട് ചോദിച്ചു, ശ്രീ നിന്നോട് ഇവൻ മാപ്പ് പറഞ്ഞിട്ടുണ്ടോ എന്നെങ്കിലും? പിന്നെ എന്നെങ്കിലും അറിയാണ്ട് പറ്റിപ്പോയതാ, ഒരു സോറി ഈ ഏട്ടൻ്റെ വായിന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്, പക്ഷേ ഏട്ടൻ അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് ശ്രീയും പറയുകയാണെ. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, മാപ്പ് പറയാനേക്ക് മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനം വേണം. ആ സാധനം ഇല്ലാത്തവരും മാപ്പ് പറയാൻ നിൽക്കത്തില്ല. മാപ്പ് പറയാനൊട്ട് അവൻ അറിയത്തുമില്ല. എന്തായാലും ചെയ്ത തെറ്റിന് മാപ്പ് പറയാൻ വന്ന ശരത്ത് തന്നെയാണ് നിന്നേക്കാലൊക്കെ മികച്ചവൻ, നിന്നേക്കാലൊക്കെ കേവൻ. നീ പഠിച്ചു, വലിയ വിവരമുണ്ട്, നിനക്ക് PG ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. തലയ്ക്ക് മൂള വേണം, മൂള. അപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, പോട്ടെ സാരമില്ല, അയാൾക്ക് ഇത് മാത്രമേ പറയാൻ അറിയത്തുള്ളൂ, പോട്ടെ സാരമില്ല, അങ്ങോട്ട് പോട്ടെ. അപ്പോൾ സച്ചി എന്തെങ്കിലും ഇടയ്ക്ക് കയറി പറയുമ്പോൾ മാത്രം അയാൾക്ക് പോട്ടെ. ബാക്കി എല്ലാവരും പറയുമ്പോൾ അയാൾ ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ എല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നൊരു മനുഷ്യൻ. കലി വരുന്നുണ്ട് ചില സമയം. എന്തായാലും ചന്ദ്രമതിയോട് പറയുകയാണ്, നീ ചെയ്ത് എന്തായാലും തെറ്റായിപ്പോയി. ആ കൊച്ച് മാപ്പ് പറയാൻ വേണ്ടിയിട്ട് വന്നതല്ലേ, ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയൊന്നും വേണ്ട. അതുപോലെ രേവതിയോട് പറഞ്ഞു, രേവതി അനിയനെ കൂട്ടിക്കൊണ്ടുപോയി, ശരത്തിനെ കൂട്ടിക്കൊണ്ടുപോയി ഫുഡ് കഴിക്കാൻ കൊടുക്കുക. അപ്പോഴേക്കും ശരത്ത് പറഞ്ഞു, ഇല്ല ഞാൻ പോവുകയാണ്. അപ്പോൾ സച്ചി പറഞ്ഞു, എന്തിനാ നീ പോണത്? നീ നിൻ്റെ ചേച്ചിയെ കാണാനായിട്ടും ചേച്ചിയോട് വർത്താനം പറയാനൊക്കെ ആയിട്ട് വന്നതല്ലേ, നീ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് സച്ചി പറഞ്ഞു. അങ്ങനെ രേവതി ശരത്തിനെയും കൂട്ടി അകത്തേക്ക് കൊണ്ടുപോവാം. ഇതൊക്കെ കൊണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രമതി, അവനെ വീണ്ടും അകത്തേക്ക് കൊണ്ടുപോകണോ രേവതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊന്ന് പുറപുറുക്കുന്നുണ്ട് കേട്ടോ. ആരും മൈൻഡ് ചെയ്യാനായിട്ട് ആരും മൈൻഡ് ചെയ്തില്ല. എന്തായാലും അടുക്കളയിൽ ചെന്ന് അവൾ ഒരു ചായയൊക്കെ വെച്ചു കേട്ടോ അനിയന് കൊടുക്കാനായിട്ട്. ആ സമയത്ത് ഒരേങ്ങലടി കേട്ടിട്ടാണ് രേവതി തിരിഞ്ഞു നോക്കിയത്. അപ്പോഴേ ഈ ശരത്ത് നിന്നിട്ട് ഇങ്ങനെ കരയുക, പറ്റിപ്പോയി, ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലായിരുന്നു, അറിയാണ്ട് പറ്റിപ്പോയതാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്നോട് പറഞ്ഞു, സാരമില്ല പോട്ടെ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, പൈസ ഉള്ളവർ എത്ര കോടി കട്ടാലും ആരും ഒന്നും പറയത്തില്ല. പക്ഷേ പാവപ്പെട്ടവർ ഒരു നേരത്തെ ഫുഡ് കട്ടാൽ കൂടി അവൻ കള്ളന എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ആകെ സങ്കടത്തോടു കൂടി സംസാരിക്കുകയാണ്. എൻ്റെ മോനെ അറിയാണ്ട് പറ്റിപ്പോയ തെറ്റല്ലേ, ഒരിക്കലും നീ ഇനി ജീവിതത്തിൽ ഇതുപോലൊരു തെറ്റ് ചെയ്യരുത് മോനെ. ഇല്ല ചേച്ചി, ഒരിക്കലും ഞാൻ ചെയ്യില്ല, ഞാനത് തീരുമാനമെടുത്തതാണ് എന്നൊക്കെ ശരത്ത് ഇങ്ങനെ പറയുകയാണ്. മാത്രമല്ല രേവതി പറഞ്ഞു, ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അമ്മയോട് പറയരുത്, അമ്മ സങ്കടപ്പെടും. ഇല്ല ചേച്ചി, ഞാൻ അമ്മയോടൊന്നും പറയത്തില്ല. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷയും ശ്രീകാന്ത് കൂടി ബൈക്കിൽ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ശ്രീകാന്ത് വർഷ ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവിടുകയാണ് കേട്ടോ. വൈകുന്നേരം 6 മണിയാകുമ്പോഴത്തേനും, അതായത് ഡബിൾ സ്റ്റുഡിയോയിലാണ് വീട്ടിലാണ് എന്തായാലും കൊണ്ട് ഇറക്കി. വൈകുന്നേരം 6 മണിയാകുമ്പോൾ തിരികെ വരണോട്ടോ, എന്നെ പിക്ക് ചെയ്യാനായിട്ട് വരണമെന്ന് ഇവൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, വരണോ എന്താടാ വരാനൊരു മടി, ഞാൻ വിളിച്ചാൽ നീ വരില്ലേ, അതിനുള്ള ധൈര്യം ഉണ്ടോ നിനക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കേട്ടോ. അപ്പോഴേക്കും ശ്രീ ഒന്ന് ചിരിച്ചു, വരാവേ വന്നേക്കാവേ അന്ത ഭയവരക്കട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളകത്തേക്ക് കയറി പോവാം. എന്തായാലും അവിടെ നിന്ന് ശ്രീ തിരിഞ്ഞിങ്ങ് പാസ് ചെയ്ത് വന്നപ്പോൾ ഒരു സ്കൂട്ടർ ഇവനെ നേരെ ഓപ്പോസിറ്റ് കൊണ്ടുവന്ന് ഇടിക്കാൻ പോലെ ഇങ്ങനെ വന്നുകൊണ്ട് അങ്ങോട്ട് നിർത്തിയിട്ടോ. വേറെ 2 പേര് സൈഡിൽ കൂടെ വന്നു. വണ്ടി ഇടിക്കാൻ നോക്കുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവർ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി. നിനക്ക് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചാടി ഇറങ്ങിയത്. അപ്പോഴേക്കും ശ്രീ ചോദിച്ചു, നിങ്ങളല്ലേ എന്നെ ഇടിക്കാനായിട്ട് വന്നത്? ഇടിക്കാൻ വന്നിട്ട് ന്യായം കൂടെ പറയുന്നോടാ എന്ന് ചോദിച്ചു. ഓമാർ ചുറ്റിനും കൂടിയിട്ടോ. എന്നിട്ട് ശ്രീകാന്തിനെ വണ്ടിയിൽ നിന്ന് പിടിച്ചിറക്കി. ഞാനല്ലല്ലോ, നിങ്ങളല്ലേ റോങ് സൈഡിലായിട്ട് വന്നത്? അതെ ഞാനാണ് വന്നത്. നീ എന്താ ചെയ്യുക? അല്ല നീ എന്താ റോമിയോ ആണോ? നീ റോമിയോ ആണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്, നീ എന്താ പ്രേമിക്കാൻ നടക്കുവാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ശ്രീ പറഞ്ഞു, ഇപ്പം എന്താ സത്യത്തിൽ വിഷയം? പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം വന്നതാണോ എന്ന് ശ്രീ ചോദിച്ചപ്പോൾ, അതേ മനഃപൂർവ്വം വന്നതാണ്. എന്താ മനഃപൂർവ്വം വന്നാൽ എന്താ ഇടിച്ചാൽ ശരിയാവൂലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവനോട് മനഃപൂർവ്വം ഉടക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഈ ഗുണ്ടകളും. ശ്രീയെ അവർ കൈയൊക്കെ ചുരുട്ടി കയറ്റി വെച്ച് ശ്രീക്കിട്ട് 2 കൊടുക്കാൻ എന്ന വ്യാജേന തന്നെയാണ് നിൽക്കുന്നത്. എത്ര തവണ പറഞ്ഞു ആ പെണ്ണിൻ്റെ പുറകെ നടക്കരുത് എന്ന്. എന്നിട്ട് നീ എന്താടാ അത് കേൾക്കാത്ത എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇതായിരുന്നോ കാര്യം. എന്തായാലും ഇതിനൊന്നും ഭയപ്പെടുന്നവനല്ല ഞാനെന്ന് നിങ്ങളെ ഇങ്ങോട്ട് വിട്ടില്ലേ അവരോട് പോയി പറഞ്ഞേരെ എന്ന് പറഞ്ഞ് ശ്രീ വണ്ടിയിലേക്ക് കയറുക കേട്ടോ. അപ്പോൾ ശ്രീയുടെ ദേഹത്തേക്ക് അങ്ങോട്ട് കൈവച്ചു. എന്നിട്ട് ശ്രീ അങ്ങോട്ട് ഇടിക്കാൻ തുടങ്ങി. പിന്നെ ഒരു ഇടി പൊടി പൂരമായിരുന്നു അവിടെ നടന്നത്. അങ്ങനെ ആ വഴിക്ക് സച്ചി ഇങ്ങനെ പാസ് ചെയ്ത് വന്ന സമയത്താണ് ഈ അടിപിടി കാണുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ആരൊക്കെയോ അടിപിടി കൂടുന്നു. വണ്ടി നിർത്തി പതുക്കെ സച്ചി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അത് ശ്രീ ആണ് എന്ന് മനസ്സിലാകുന്നത്. ശ്രീ അവന്മാർ 3 പേരും കൂടെ പിടിച്ചിട്ട് തല്ലാനായിട്ട് നോക്കുകയായിരുന്നു. ശ്രീ കുറേ പൊരുതിയൊക്കെ നിന്നോട്ടോ. പിന്നെ സച്ചി കയറി ഇടപെട്ട് അങ്ങോട്ട് ഇടിയായി, അടിയായി, ചവിട്ടായി, കുത്തായി, ഒന്നും പറയണ്ട. അവന്മാർ നെട്ടോട്ട് ഓടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ.
എന്തായാലും അതിലൊരുത്തനെ പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ അവനക്ക് ഭയങ്കര കരച്ചിൽ. എന്തിനാടാ എൻ്റെ അനിയനെ തല്ലുന്നത്, നീയൊക്കെ കൊട്ടേഷൻ ടീം അല്ലേടാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ സോറി സാറേ, സോറി ഏട്ടാ എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. നല്ല നീ എന്തിനാ എൻ്റെ അനിയനെ എൻ്റെ അനിയനെതിരെ ആരാടാ നിനക്ക് കൊട്ടേഷൻ തന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് KSRTCയിലെ ഒരു വലിയൊരു ഓഫീസറില്ലേ ആ പുള്ളിക്കാരനാണ്. ഇത് കേട്ട് സച്ചി ഞെട്ടിത്തരിച്ചിങ്ങനെ നിൽക്കുക. ശ്രീയും അങ്ങ് അയ്യടാ എന്നായി പോയി, കാരണം സച്ചി അറിയാൻ പോവുകയാണല്ലോ ഈ ഒരു കാര്യമൊക്കെ. അപ്പോഴേക്കും നമ്മുടെ സച്ചി വന്നിട്ട് ശ്രീയോട് ചോദിച്ചു എന്താടാ പ്രശ്നം, ആ ആളെന്താ അച്ഛനുമായിട്ടുള്ള പ്രശ്നത്തിലാണോ നിന്നെ തല്ലാനായിട്ട് വന്നിരിക്കുന്നത്, എന്താ പ്രശ്നം, എന്താ കാര്യം? അപ്പോഴേക്ക് അതൊന്നുമില്ല ഞാൻ പോവാ എന്നും പറഞ്ഞ് ശ്രീ പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിൽക്കടാ, എന്താ സംഗതി, കാര്യം പറ, കാര്യം പറ. എന്തായാലും അവൻ ആളെ വിടുമോ തല്ലാനായിട്ട്, എന്തായാലും അവൻ്റെ വീട് ഇവിടെ കണ്ടല്ലേ, ഞാനൊന്ന് കയറി ചോദിക്കട്ടെ എന്നും പറഞ്ഞ് സച്ചി കയറി ചോദിക്കാനായിട്ട് പോവുക. അപ്പോഴേക്കും ശ്രീ പറഞ്ഞു പോവല്ലേ ഏട്ടാ പോവല്ലേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എവിടെ കേൾക്കാൻ? എന്തായാലും സച്ചി നേരെ അയാളുടെ വീട്ടിലേക്ക് കയറി ചെന്നു. സച്ചി വണ്ടി എടുത്തുകൊണ്ട് പോയ പുറകെ തന്നെ ഇവനും വണ്ടി എടുത്തുകൊണ്ട് പോയിട്ടോ, നമ്മുടെ ശ്രീയും വണ്ടി എടുത്തുകൊണ്ട് പോയി. അങ്ങനെ സച്ചി നേരെ അയാളെ പിടിച്ച് ഒറ്റ അടിയായിരുന്നു. വീട്ടിനകത്ത് കയറി ഇയാൾക്കിട്ട് ഒറ്റ അടിയാണ് കൊടുത്തത്. എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട്